ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ്. ഇതോടുകൂടി ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള സെക്ഷൻ കഴിയാണ്, തിയറി പാർട്ട് മൊത്തം കഴിയാണ്. ലാസ്റ്റ് ടോപ്പിക്ക് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. ഓക്കെ, ഇതിൽ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ഒരു ഡിവൈസാണ്. ഇത് ഉപയോഗിക്കുന്നത് ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാൻ, ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ ഡിവൈസ് യൂസ് ടു ക്രിയേറ്റ് വെരി ഹൈ വോൾട്ടേജ് ഓഫ് ദ ഓർഡർ ഓഫ് ഫ്യൂ മില്യൺ വോൾട്ട്. അത്രയും ഹൈ വോൾട്ടേജ് മില്യൺ വോൾട്ടാണ്. അത്രയും മില്യൺ വോൾട്ട് വരെ അത്രയും ഹൈ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു പ്രൊഡ്യൂസ് ഹൈ വോൾട്ടേജ് ഓഫ് ദ ഓർഡർ ഓഫ് ഫ്യൂ മില്യൺ വോൾട്ട്. ഓക്കെ, ഇനി ഒരു വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന്, കൊറോണ ഡിസ്ചാർജ്. എന്താണെന്ന് പറയാം. കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ ഒരു കണ്ടക്ടർ വിചാരിക്കും. ഒരു കണ്ടക്ടർ വിത്ത് പോയിൻ്റഡ് എൻഡ്, ഷാർപ്പ് പോയിൻ്റ്, ഇങ്ങനെ ഒരു കൂർത്ത അറ്റമുള്ള ഒരു കണ്ടക്ടർ വിചാരിക്കും. ഒരു കണ്ടക്ടർ ഇതിന് പോയിൻ്റഡ് എൻഡാണ്, വളരെ കൂർത്ത അറ്റമുണ്ട്. പോയിൻ്റഡ് എൻഡുള്ള ഒരു കണ്ടക്ടർ വിചാരിക്കാം. ഓക്കെ, ഈ കണ്ടക്ടറിന് നമ്മൾ ചാർജ് നൽകുക. പോയിൻ്റഡ് എൻഡിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പം നമ്മൾ സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ എന്നല്ലേ? സിഗ്മ ഈക്വൽ ക്യൂവിൻ്റെ പേര് സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി അല്ലേ? ക്യൂ ബൈ എ. അപ്പോൾ ഏരിയ വളരെ കുറവാണെങ്കിൽ സിഗ്മ വളരെ കൂടുതലേ, സർഫസ് ചാർജ് ഡെൻസിറ്റി വളരെ കൂടുതലേ. അപ്പോൾ ഈ പോയിൻ്റഡ് എൻഡ് എന്ന് പറയുമ്പോൾ, കൂർത്ത പോയിൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഏരിയ വളരെ കുറവല്ലേ? ആ പോയിന്റിൽ അത് ഒരു സ്ഥലത്താണ് പറയുന്നത്, ഏരിയ വളരെ കുറവാണ്. അപ്പോൾ സിഗ്മ ഹൈ ആവും അല്ലേ? എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ബിക്കം വെരി ഹൈ. അപ്പോൾ പോയിൻ്റഡ് എൻഡിൽ സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് വെരി ഹൈ. അപ്പോൾ ഈ കണ്ടക്ടറിന് നമ്മൾ ചാർജ് നൽകി. അപ്പോൾ കണ്ടക്ടറിൻ്റെ പ്രത്യേകത അറിയാലോ. ചാർജ് നൽകിയാൽ ചാർജ് എവിടെ മാത്രമേ നിൽക്കൂ? സർഫസിൽ മാത്രമേ ചാർജ് നിൽക്കൂ അല്ലേ? ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ സർഫസ്. പക്ഷേ പോയിൻ്റഡ് എൻഡിലേക്ക് ഈ കൂർത്ത പോയിൻ്റിൻ്റെ പ്രത്യേകത എന്താ? കൂർത്ത പോയിന്റിൽ സിഗ്മ ഈസ് വെരി ഹൈ, സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് വെരി ഹൈ. സർഫസ് ചാർജ് ഡെൻസിറ്റി വെരി ഹൈ എന്ന് പറഞ്ഞാൽ അവിടെ സിഗ്മ വെരി ഹൈ ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ്, ഏരിയ വളരെ കുറവായതുകൊണ്ട് സിഗ്മ ഈസ് വെരി ഹൈ. സിഗ്മ വളരെ കൂടുതലാണെന്ന് പറഞ്ഞ അർത്ഥം സർഫസ് ചാർജ് ഡെൻസിറ്റി വളരെ കൂടുതലാണെന്ന് പറഞ്ഞ അർത്ഥം. ഇനി നമ്മൾ ചാർജ് നൽകിയാൽ ഈ ചാർജൊക്കെ ഈ പോയിൻ്റഡ് എൻഡിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. ഈ ഏരിയ കുറഞ്ഞ സ്ഥലത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് വെരി ഹൈ മീൻസ് ചാർജ് വിൽ അക്യുമുലേറ്റഡ് അറ്റ് പോയിൻ്റഡ് എൻഡ്. ഈ പോയിൻ്റഡ് എൻഡിൽ വന്ന്, അപ്പോൾ ഈ ഭാഗത്തൊക്കെ ചാർജ് വളരെ കുറവായി, എല്ലാം വന്ന് പോയിൻ്റഡ് എൻഡിൽ, കൂർത്ത പോയിന്റിലേക്ക് വന്ന് നിൽക്കും. ബിക്കോസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് വെരി ഹൈ. അപ്പോൾ എല്ലാ ചാർജൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പോയിൻ്റഡ് എൻഡിൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, ചാർജ് വിൽ കോൺസെൻട്രേറ്റഡ് അറ്റ് ദ പോയിൻ്റഡ് എൻഡ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ ചാർജൊക്കെ ഇവിടെ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി വെരി സ്ട്രോങ്, വെരി ഹൈ അല്ലേ? ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും നിയർ ദ പോയിൻ്റഡ് എൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു പോയിൻ്റഡ് എൻഡോട് കൂടി ഇങ്ങനെ ചാർജ് കൊടുത്ത ഒരു കണ്ടക്ടർ വിചാരിക്കും. ഇതിന് മുന്നിൽ നിങ്ങളിപ്പോൾ ഇവിടെ എയർ മോളിക്യൂൾസ് ഒക്കെ വിചാരിക്കും. എയർ മോളിക്യൂൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോളാർ മോളിക്യൂൾ, നോൺ പോളാർ മോളിക്യൂൾ എല്ലാം പഠിച്ചില്ലേ? എന്തോ ആട്ടെ, നോൺ പോളാർ എന്തോ ആട്ടെ. അപ്പോൾ അതിൽ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജ്, സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ഒരു മോളിക്യൂളിനെ നമ്മളിങ്ങനെയല്ലേ തന്നെ കാണിക്കുക, റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിലുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ, ഇത് എയർ മോളിക്യൂൾസ് വിചാരിച്ചോ. അപ്പോൾ ഇതിലുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിനെ റിപ്പൽ ചെയ്യും, നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ മോളിക്യൂളിൻ്റെ അകത്തുള്ള ഈ മോളിക്യൂളിലുള്ള
പോസിറ്റീവ് റിപ്പൽ ചെയ്യപ്പെടും, നെഗറ്റീവ് അട്രാക്റ്റ് ചെയ്യും. ഇനി അതല്ല ഇതിൽ നെഗറ്റീവ് ആണെങ്കിലോ, ഇതിൽ നെഗറ്റീവ് ആണുള്ളതെങ്കിൽ നെഗറ്റീവ് റിപ്പൽ ചെയ്യപ്പെടും, പോസിറ്റീവ് അട്രാക്റ്റ് ചെയ്യപ്പെടും. എനിവേ എന്തോ അങ്ങനെ സംഭവിക്കുമല്ലോ. അപ്പോൾ ഇതിൽ പോസിറ്റീവ് ആണ്, ഈ മോളിക്യൂളിൻ്റെ പോസിറ്റീവ് റിപ്പൽ ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഉണ്ടാകുന്ന ഈ പോയിൻ്റ് എൻഡിലുള്ള ചാർജ് അക്യുമുലേറ്റ് ചെയ്തത് കാരണം, അതായത് നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് കാരണം, ഈ ഹൈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ മോളിക്യൂളിലുള്ള പോസിറ്റീവ് റിപ്പൽ ചെയ്യപ്പെട്ടു, നെഗറ്റീവ് അട്രാക്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ പോയിൻ്റ് എൻഡിൽ ഇനിയും ചാർജ് വല്ലാതെ കൂടുകയാണെങ്കിലോ, അതിനനുസരിച്ച് ഈ ഇലക്ട്രിക് ഫീൽഡും വളരെ കൂടും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വളരെ കൂടുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ മുകളിൽ റിപ്പൽഷൻ പിന്നെയും കൂടും, ഇതിൻ്റെ മുകളിൽ അട്രാക്ഷൻ കൂടും. അങ്ങനെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതിന്, ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ ആവില്ലേ, കുറേ കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ നടക്കും എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് അങ്ങ് സെപ്പറേറ്റ് ചെയ്യപ്പെടും, നെഗറ്റീവ് ഇതിലേക്കും വരും. അപ്പോൾ പോസിറ്റീവ് ഇവിടുന്ന് അങ്ങ് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുക. അപ്പോൾ ഈ എയർ മോളിക്കൂൾ എന്താ മോളിക്കൂളാട്ടെ, ഈ മോളിക്കൂളിലുള്ള അപ്പോൾ ഈ പോയിൻ്റ് എൻഡിൽ ഇതിൽ ഇവിടെ പോസിറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിൽ, ഇതിൽ പോസിറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഹൈ ഇലക്ട്രിക് ഫീൽഡ് കാരണം, പോയിൻ്റ് എൻഡിന് അടുത്തുള്ള ഹൈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ മോളിക്യൂൾസിലുള്ള പോസിറ്റീവ് ചാർജ്, ഇതിലുള്ള മോളിക്യൂൾസിലുള്ള പോസിറ്റീവ് ചാർജസ് ഡിസ്ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഈ മോളിക്യൂളിൽ നിന്ന് പോസിറ്റീവ് ഡിസ്ചാർജ് ചെയ്യപ്പെടും. അതല്ല ഇതിൽ നെഗറ്റീവ് ആണെങ്കിലോ, ഇതിൽ നിന്ന് നെഗറ്റീവ് ഡിസ്ചാർജ് ചെയ്യപ്പെടും, ഇവിടെയുള്ള സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് എൻഡിൽ എന്ത് ചാർജാണ് ഉള്ളത്, പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആട്ടെ, എന്ത് ചാർജാണ് ഉള്ളത്, ആ ചാർജ് ഇതിൽ നിന്ന്, ഈ മോളിക്യൂൾസിൽ നിന്ന് എന്ത് ചെയ്യപ്പെടും, ഡിസ്ചാർജ് ചെയ്യും. പോസിറ്റീവാണ് ഇവിടുന്ന് പോസിറ്റീവ് ഡിസ്ചാർജ് ചെയ്യപ്പെടും, നെഗറ്റീവാണ് ഇവിടുന്ന് നെഗറ്റീവ് ഡിസ്ചാർജ് ചെയ്യപ്പെടും. ദിസ് ഫിനോമിന ഈസ് കോൾഡ് കൊറോണ ഡിസ്ചാർജ്. ഇങ്ങനൊരു സംഭവം വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വർക്കിംഗ് പറയുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ, പിന്നെ സെക്കൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾ ഒരു സ്ഫിയർ വിചാരിക്കും, സ്ഫിയറിൻ്റെ ചാർജ് ക്യൂ ആണ്, ഇതിൻ്റെ റേഡിയസ് R ആണെങ്കിൽ ഇതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ പഠിച്ചില്ലേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻഡിക്കേഷൻ 1/4πε0 ക്യാപിറ്റൽ R എടുത്തോ, റേഡിയസ് 1/4πε0 Q/R ആണ്. എവിടെയുള്ള പൊട്ടൻഷ്യൽ, സർഫസിലുള്ള പൊട്ടൻഷ്യൽ. സർഫസിൽ ഔട്ട്സൈഡിലുള്ള ദൂരം സ്മോൾ r എടുത്തു, അപ്പോൾ ക്യാപിറ്റൽ R പകരം സ്മോൾ r ഉപയോഗിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4πε0 Q/സ്മോൾ r വരും. അപ്പോൾ ഔട്ട്സൈഡ് പോയിൻ്റ് ആണെങ്കിൽ ഏത് ഡിസ്റ്റൻസ് എടുത്താൽ മതി, സർഫസ് ആകുമ്പോൾ റേഡിയസ് എടുത്താൽ മതി, അതിൻ്റെ റേഡിയസ് എടുത്താൽ മതി. ഔട്ട്സൈഡ് പോയിൻ്റ് ആകുമ്പോൾ ഔട്ട്സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം അല്ലേ, ആ ഡിസ്റ്റൻസ് എടുക്കണം ഫ്രം സെൻറ്റർ. അങ്ങനെയായിരിക്കും പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ്. ഇനി ഹോളോസ്ഫിയറിൻ്റെ കേസിൽ എന്നാ പഠിച്ചേ, പഠിച്ചത് ഇനി ചാർജ് നൽകിയാൽ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ചാർജ് നൽകി, ഇതിൻ്റെ ചാർജ് ക്യൂ ആണെങ്കിൽ ഹോളോസ്ഫിയറിൻ്റെ കേസ് നിങ്ങൾ പഠിച്ച ഇതിൻ്റെ ഉള്ളിൽ ഫീൽഡ് എത്രയാണ്, 0. ഈ ഉള്ളിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പഠിച്ചു. കോൺസ്റ്റൻ്റ് ആണ്. എന്നിട്ട് വേറൊരു കാര്യം പഠിച്ചു, കോൺസ്റ്റൻ്റ് ആണ്. അത് ഏതിന് ഈക്വലാണ്, സർഫസിലുള്ള പൊട്ടൻഷ്യലിന് ഈക്വലായി. ഫീൽഡ് 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സർഫസിലുള്ള പൊട്ടൻഷ്യൽ, സർഫസിൽ എന്ന് പറയുമ്പോൾ റേഡിയസ് എടുക്കണം. സർഫസിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്, 1/4πε0 Q/, അപ്പോൾ സർഫസിലാകുമ്പോൾ റേഡിയസ് എടുക്കണം, Q/R. ഇതാണ് സർഫസിലുള്ള പൊട്ടൻഷ്യൽ. സർഫസിലുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും, ഉള്ളിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ സർഫസിലുള്ള പൊട്ടൻഷ്യലാണ് ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്നാൽ നിങ്ങൾ പറയും, ഉള്ളിലെല്ലാടെയും സർഫസിലുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും ഉള്ളിലെല്ലാ സ്ഥലത്തുള്ള പൊട്ടൻഷ്യൽ. ഇതാണ് ഹോളോസ്ഫിയർ അല്ലെ സ്ഫെറിക്കൽ ഷെൽ. ഇതിൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചത് സർഫസിലുള്ള പൊട്ടൻഷ്യലാണ് ഉള്ളിലെല്ലാവിടെയും. അപ്പോൾ നോക്കൂ, ഇതൊരു ഹോളോസ്ഫിയറാണ്. ലെറ്റ് ഇറ്റ് ഈസ് ഗിവൺ എ ചാർജ് ക്യാപിറ്റൽ Q. ഇതിന് നമ്മൾ ക്യാപിറ്റൽ Q ചാർജ് നൽകി. ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അപ്പോൾ ഇതിൻ്റെ ഹോളോസ്ഫിയറാണ്. അപ്പോൾ ഇതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്, സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/4πε0 Q/R. സർഫസിലാകുമ്പോൾ Q/R അല്ലേ, അതാണ് സർഫസിലുള്ള പൊട്ടൻഷ്യൽ. ആ സർഫസിലുള്ള
പിന്നെ ഉള്ളിൽ സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ. സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ. പിന്നെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ് ഉള്ളിൽ ഫീൽഡ് എന്താണ്? 0 ആണ്. ഇങ്ങനെയുള്ള ഹോളോസ്ഫിയർ. അപ്പോൾ ഈ സർഫസിലുള്ള പൊട്ടൻഷ്യൽ 1/4πε0 Q/R അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഉള്ളിലെല്ലാടെയും ഹോളോസ്ഫിയർ ആകുമ്പോൾ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു സ്ഫിയർ വെച്ചു. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സ്ഫിയർ. അതിൻ്റെ റേഡിയസ് സ്മോൾ ആണ്. ഇതിനും നമ്മൾ ചാർജ് കൊടുത്തു, പോസിറ്റീവ് ചാർജ് ഇതിനും കൊടുത്തു. സപ്പോസ് ഇതിനും പോസിറ്റീവ് ചാർജ് കൊടുത്തു. ഇതിലുള്ള ചാർജ് സ്മോൾ q ആണ്, ഇതിൻ്റെ ചാർജ് സ്മോൾ q ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എത്ര വരും? സർഫസിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേഡിയസ് എടുക്കണം. അപ്പോൾ 1/4πε0 Q/r അല്ലേ? അപ്പോൾ ഞാൻ എഴുതുന്നത് പൊട്ടൻഷ്യൽ ഓഫ് സ്മോളർ സ്ഫിയർ ആണ്. ഇതുള്ളത് ഇതിൻ്റെ സെൻറ്ററിലാണ്. മറ്റേത് ഹോളോസ്ഫിയറിൻ്റെ സെൻറ്ററിലാണ് ഇതുള്ളത്. അപ്പോൾ സ്മോളാർ ഉദ്ദേശിച്ചത് ഞാൻ ഇതിൻ്റെ സ്മോളാർ റേഡിയസ് ഇവിടെയല്ലേ? അപ്പോൾ ഇതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എഴുതിയാൽ ഇതിൻ്റെ റേഡിയസ് എടുക്കണം അല്ലേ? അപ്പോൾ 1/4πε0 ഇതിൻ്റെ ചാർജ് എത്രയാണ്? സ്മോൾ Q/r ഇതിൻ്റെ റേഡിയസ് എടുത്തു. ഇതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യലാണ് പറയുന്നത്. കഴിഞ്ഞോ? ഇതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ഇത് മാത്രമേ ഉണ്ടാവൂ? അല്ല, പ്ലസ് ഇതിൻ്റെ പൊട്ടൻഷ്യലും കൂടി. ഇത് ഹോളോസ്ഫിയർ ആയതുകൊണ്ട് ഇതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്താണോ അപ്പോൾ ഈ പോയിന്റ് ഉള്ളത് എവിടെയാണ്? ഈ പോയിന്റ് ഉള്ളത് ഹോളോസ്ഫിയറിൻ്റെ ഉള്ളിലല്ലേ? ഹോളോസ്ഫിയറിൻ്റെ ഉള്ളിൽ നിങ്ങൾ പഠിച്ചെന്ന് അതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എവിടെ ഉണ്ടാവും? സർഫസിൽ എത്രയാണോ പൊട്ടൻഷ്യൽ അത് ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ എഴുതിയത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇതിൻ്റെ ചാർജും ഇതിൻ്റെ റേഡിയസും വെച്ചിട്ട് ഇക്വേഷൻ എഴുതി സ്മോൾ Q/r. പിന്നെ അത് കൂടാതെ എന്തുണ്ടാവും? ഈ ഹോളോസ്ഫിയറിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എവിടെ ഉണ്ടാവും? അതിൻ്റെ ഉള്ളിലെല്ലാടെ ഉണ്ടാവും. ഇവിടെയും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എവിടെ ഉണ്ടാവും? ഉള്ളിലുണ്ടാവും. അപ്പോൾ സർഫസിൽ എത്രയാണ്? സർഫസിൽ 1/4πε0 Q/R. സർഫസ് അല്ല, ഇതിൻ്റെ സർഫസിൽ Q/R സർഫസിലുള്ള പൊട്ടൻഷ്യൽ അത് ഉള്ളിലുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും, ഇതിലുണ്ടാവും. അപ്പം 1/4πε0 Q/R ഇതാണ് ഇതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ. ആ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ഉള്ളിലുണ്ടാവും. അതാണ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ. ചെറിയ സ്ഫിയറിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ ആദ്യം പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ എല്ലാം സ്കെലർ ആയതുകൊണ്ട് എല്ലാം ആഡ് ചെയ്ത് എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ ആദ്യം ഇതിൻ്റെ എഴുതുക, ഇതിൻ്റെ മാത്രമുള്ളത് എഴുതുക. പിന്നെ അതിൻ്റെ സർഫസിലുള്ളത് ഉള്ളിലുണ്ടാവും, ഹോളോസ്ഫിയർ ആയതുകൊണ്ട് അതും എഴുതുക. ഇനി പൊട്ടൻഷ്യൽ ഓഫ് ലാർജർ സ്ഫിയർ എന്ന് പറഞ്ഞാൽ R. അപ്പോൾ ഞാൻ ഇനി എഴുതാൻ പോകുന്നത് ഇതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിൻ്റെ സർഫസിൽ എങ്ങനെയുള്ള പൊട്ടൻഷ്യൽ വരും? ഇതിൻ്റെ സർഫസിൽ എന്ന് പറയുമ്പോൾ ഒന്നാമത് ഇതിൻ്റെ തന്നെ ഇക്വേഷൻ എഴുതുക. പിന്നെ ഇത് കാരണം അവിടെയുള്ളത് എഴുതണം. അപ്പോൾ ആദ്യം വലുതിൻ്റെ തന്നെ എഴുതിക്കുക. വലുതിൻ്റെ സർഫസിൽ എന്ന് പറയുമ്പോൾ വലുതിൻ്റെ ചാർജും അതിൻ്റെ റേഡിയസും വെച്ച് എഴുതണം അല്ലേ? സർഫസിൽ എത്രയാണ്? 1/4πε0 Q/R. Q/R ഇതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ കഴിഞ്ഞോ? അതുകൂടാതെ ഇതിൻ്റെ പൊട്ടൻഷ്യലും അവിടെ ഉണ്ടാവും. ഇതിൻ്റെത് അവിടെ എന്ന് പറയുമ്പോൾ ആ പോയിന്റ് ഉള്ളത് ഇതിൻ്റെ പുറമേ അല്ലേ? പുറമേ ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? പുറമേ ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ മുതൽ അവിടെ വരെ എടുക്കണം. സെൻറ്റർ മുതൽ അവിടെ വരെ എന്ന് പറയുമ്പോൾ R. അപ്പോൾ പൊട്ടൻഷ്യൽ എത്ര വരും? 1/4πε0. നമ്മൾ പറയുന്നത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ അവിടെ, ഇതിൻ്റെത് അവിടെ. അപ്പോൾ ഇതിൻ്റെത് പറയുമ്പോൾ ചാർജ് സ്മോൾ Q/. ഇതിൻ്റെത് അവിടെ. അപ്പോൾ ഔട്ട്സൈഡ് പോയിന്റ് ആകുമ്പോൾ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം അല്ലേ? ഇതിൻ്റെ പൊട്ടൻഷ്യൽ അവിടെ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡ് പോയിന്റ് അല്ലേ ഇത്? അപ്പോൾ ഇവിടെ മുതൽ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം. ഇവിടെ മുതൽ അവിടെ വരെ എന്ന് പറയുമ്പോൾ R. മനസ്സിലായോ? ഒന്ന് ഇതിൻ്റെ സ്വന്തം പൊട്ടൻഷ്യൽ അതിൻ്റെ സർഫസിൽ, പിന്നെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ അവിടെ. അതുപോലെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ ഒന്നാമത് ഇതിൻ്റെ സ്വന്തം പൊട്ടൻഷ്യൽ, പിന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ ഇവിടെ. അതിൻ്റെത് ഇവിടെ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ സർഫസിലുള്ള ഹോളോസ്ഫിയർ ആയതുകൊണ്ട് സർഫസിലുള്ളത് തന്നെയായിരിക്കും ഉള്ളിൽ. അങ്ങനെ രണ്ട് പൊട്ടൻഷ്യൽ എഴുതി. ഒന്ന് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എഴുതി,
ഇതിലേതാ കൂടുതൽ? 1/4πε0 ക്യാപിറ്റൽ ക്യൂ ബൈ ക്യാപിറ്റൽ ആർ, 1/4πε0 ക്യാപിറ്റൽ ക്യൂ ബൈ ക്യാപിറ്റൽ ആർ. ഇത് രണ്ടിലുണ്ട് അല്ലേ? ഈ ടേം രണ്ടിലും ഒരുപോലെ ഉണ്ട്. അത് രണ്ടിലും ഒരുപോലെ ഉണ്ട്. പിന്നെയോ, പിന്നെ ഇതും നോക്കിയായി. ഇതിൽ ക്യാപിറ്റൽ ആറല്ലേ വരുന്നത്? സ്മോൾ ക്യൂ ബൈ ഇത് സ്മോൾ ക്യൂ. അപ്പോൾ സ്മോൾ ക്യൂ അതൊക്കെ. പിന്നെ സ്മോൾ ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ. സ്മോൾ ആർ അല്ലേ കുറവ്? സ്മോൾ ആർ അല്ലേ കുറവ്? സ്മോൾ ആർ കുറവ് അല്ലേ? അപ്പോൾ സ്മോൾ ആർ കുറവായതുകൊണ്ട് ഇതായിരിക്കില്ലേ കൂടുതൽ? ക്യാപിറ്റൽ ആർ കൂടുതലാണ്, ക്യാപിറ്റൽ ആർ ലാർജറാണ്. അപ്പോൾ ഇത് കുറവായിരിക്കും. അപ്പോൾ ഏതാ കൂടുതൽ? സ്മോൾ ആർ ആണ് ലെസ്. സ്മോൾ ആർ ലെസ് ആയതുകൊണ്ട് ഇതാണ് ഹൈ. അപ്പോൾ ഈ പൊട്ടൻഷ്യലാണ് ഹൈ. അപ്പോൾ പൊട്ടൻഷ്യൽ ഓഫ് സ്മോളർ സ്ഫിയർ ഈസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ ഓഫ് ലാർജർ സ്ഫിയർ. അപ്പോൾ ഇവിടെയാണ് പൊട്ടൻഷ്യൽ കൂടുതൽ, ഇവിടെ പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പോൾ ഇവർ തമ്മിൽ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്തായി? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ ഇത് മൈനസ് ഇത്, അതാ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് മൈനസ് ഇതെടുത്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഇത് മൈനസ് ഇതെടുക്കുമ്പോൾ ഈ ടേം ഇത് മൈനസ് ഇതാണല്ലോ. അപ്പോൾ ഇതും ക്യാൻസൽ ആവും. പിന്നെ ഉണ്ടാവുക ഇത് ഈ ടേം മൈനസ് ഈ ടേമേ ഉണ്ടാവും. അതായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഈ രണ്ട് സ്ഫിയറും തമ്മിൽ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എന്താ സംഭവിക്കുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഈ രണ്ട് സ്ഫിയർ ഇല്ലേ, സ്ഫിയർ തമ്മിൽ നിങ്ങളൊരു വയർ വഴി കണക്ട് ചെയ്തു. ഒരു കണ്ടക്റ്റിംഗ് വയർ, ഇതൊരു വയറാണ്, ഒരു കണ്ടക്റ്റിംഗ് വയർ വഴി കണക്ട് ചെയ്തു. എന്ത് സംഭവിക്കും? ഈ രണ്ട് സ്ഫിയറും തമ്മിൽ ഒരു വയർ വഴി കണക്ട് ചെയ്തു. എന്ത് സംഭവിക്കും? കണ്ടക്റ്റിംഗ് വയർ വഴി കണക്ട് ചെയ്താൽ ഇത് രണ്ടിലും ചാർജ് ഉണ്ടല്ലോ. വയർ വഴി കണക്ട് ചെയ്താൽ വയർ വഴി ചാർജ് ഫ്ലോ ചെയ്യും. ചാർജ് ഫ്ലോ ചെയ്യുക എവിടുന്ന് എവിടത്തേക്കാ? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഏതിനാ ഹയർ പൊട്ടൻഷ്യൽ? ഈ സ്മോളർ സ്ഫിയറിനാണ് ഹയർ പൊട്ടൻഷ്യൽ അല്ലേ? ഇതിന് ഹയർ പൊട്ടൻഷ്യൽ, ഇവിടെ ഹയർ പൊട്ടൻഷ്യലും ഇവിടെ ലോവർ പൊട്ടൻഷ്യൽ അല്ലേ? അപ്പോൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക്, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ഈ വയർ വഴി ചാർജ് ഫ്ലോ ചെയ്യും. ഇതുവഴി ചാർജ് ഫ്ലോ ചെയ്യും. ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ഇതുവഴി ചാർജ് ഫ്ലോ ചെയ്യും. എപ്പോൾ വരെ? ചാർജ് ഈക്വൽ ആകുന്ന വരെയാണോ? അല്ല, പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്ന വരെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യലും ഈക്വൽ ആകുന്നത് വരെ, പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നത് വരെ ചാർജ് ഫ്ലോ നടക്കും അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് ചാർജ് ഫ്ലോ നടക്കും അണ്ടിൽ ദ പൊട്ടൻഷ്യൽ ബിക്കം ഈക്വൽ. ഓക്കെ, ഈ ഒരു സംഭവം ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, ഒരു വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൽ എന്തൊക്കെയുണ്ട്, ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൻ്റെ പിക്ചർ. ഇതൊരു നമ്മളിപ്പോൾ പറഞ്ഞ ഹോളോസ്ഫിയറാണ്. ഇതൊരു സ്ഫെറിക്കൽ ഷെല്ലാണ്. ഓക്കെ, സ്ഫെറിക്കൽ ഷെൽ ഓഫ് ലാർജ് റേഡിയസ്. ഇതുള്ളത് നമ്മുടെ എർത്ത് സർഫസ് ഗ്രൗണ്ടിൽ നിന്ന് ഇറ്റ് ഈസ് അറ്റ് ഫ്യൂ മീറ്റേഴ്സ് ഹൈറ്റ്. ഇത് ഹോളോസ്ഫിയർ ഓഫ് ലാർജ് റേഡിയസ്. ഇറ്റ് ഈസ് അറ്റ് സെവറൽ മീറ്റേഴ്സ് ഫ്രം ഗ്രൗണ്ടിൽ നിന്ന് കുറേ ഹൈറ്റിലാണുള്ളത്. ഇത് രണ്ട് പില്ലറാണ്, ഇൻസുലേറ്റിംഗ് പില്ലറാണിത്. ഓക്കെ, ഇൻസുലേറ്റിംഗ് പില്ലറിൻ്റെ മുകളിൽ ഇതിനെ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഈ ഹോളോസ്ഫിയറിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പിന്നെയുള്ളത് ഇതൊക്കെ പുള്ളിയാണ്, രണ്ട് പുള്ളീസ് P1 ആൻഡ് P2. P1 ഈസ് നിയർ ദ ഗ്രൗണ്ട് ആൻഡ് P2 അറ്റ് ദ സെൻറ്റർ ഓഫ് സ്ഫെറിക്കൽ ഷെൽ. ഈ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സെൻറ്ററിലാണ് P2 ഉള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലൂടെ, ഈ P1ൻ്റെ P2ൻ്റെ മുകളിലൂടെ ദർ ഇസ് എ ബെൽറ്റ്. ഇതൊരു ബെൽറ്റാണ്. ഈ ബെൽറ്റ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഈ പുള്ളി റൺ ചെയ്യുമ്പോൾ ഒരു മോട്ടറിൻ്റെ സഹായത്തോടെ P1 ഇതൊരു മോട്ടറായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഈ ബെൽറ്റ് പുള്ളി ഇങ്ങനെ കറങ്ങും. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ബെൽറ്റ് ഇങ്ങനെ മൂവ് ചെയ്യും. ബെൽറ്റ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, അതായത് സിൽക്കോ അങ്ങനെയുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ടുള്ള ബെൽറ്റ് ആയിരിക്കും. സിൽക്കോ, റബ്ബർ അങ്ങനെയുള്ള ഇതുകൊണ്ടുള്ള ഒരു ബെൽറ്റാണിത്. ദിസ് ബെൽറ്റ് ക്യാൻ റൺ ഓവർ ദ പുള്ളി. ഈ പുള്ളീൻ്റെ മുകളിലൂടെ ഇങ്ങനെ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒരു കാര്യം പറഞ്ഞു. ഇത് കണ്ട, പുള്ളി എന്ന് പറയുമ്പോൾ ഇതൊരു സ്മോളർ സ്ഫിയർ ആയിട്ട് വരിക. ഇത് ഹോളോസ്ഫിയർ. അപ്പോൾ സ്മോളർ സ്ഫിയറും ഹോളോസ്ഫിയറും ഏതിനായിരിക്കും ഹയർ പൊട്ടൻഷ്യൽ നമ്മൾ നേരത്തെ ചെയ്തില്ല. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ ഞാൻ വരച്ചിപ്പം ഇക്വേഷനിൽ എഴുതി കാണിച്ചു തന്നില്ലേ.
അപ്പോൾ സ്മോളർ സ്ഫിയർ ആയിരിക്കും ചാർജ് കിട്ടുമ്പോൾ അല്ലേ, ചാർജ് കിട്ടുമ്പോൾ സ്മോളർ സ്ഫിയർ ആയിരിക്കും ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവരെ തമ്മിൽ കണക്ട് ചെയ്തല്ല, ഈ കണക്ട് ചെയ്യുന്ന ഇത് ജസ്റ്റ് ഇത് കണക്റ്റഡ് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഇത് കണക്റ്റഡാണ്. ഓക്കെ, ഇതൊരു കണ്ടക്ടറാണ്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കണക്ട് ചെയ്യുമ്പോൾ സ്മോളർ സ്ഫിയറാണ് ഹയർ പൊട്ടൻഷ്യൽ അല്ലേ, ഇത് പുള്ളിയാണ് ഉദ്ദേശിക്കുന്നത് സ്മോളർ സ്ഫിയറിന്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക്. അപ്പോൾ ലോവർ പൊട്ടൻഷ്യൽ ആരാ? സ്ഫെറിക്കൽ ഷെല്ല്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് ചാർജ് ഫ്ലോ നടക്കില്ല. ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇതിലേക്ക് ചാർജ് ഫ്ലോ നടക്കും, ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. പിന്നെ ഇവിടെ എങ്ങനെ ചാർജ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കൂ. പിന്നെ ഇതൊരു മെറ്റാലിക് കോമ്പാണ്, മെറ്റാലിക് കോമ്പ്, ഇങ്ങനെയുള്ള മെറ്റാലിക് കോമ്പ്. നമ്മൾ ഫസ്റ്റ് കൊറോണ ഡിസ്ചാർജ് പറഞ്ഞില്ലേ, ആ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ മെറ്റാലിക് കോമ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂർത്ത അറ്റമുള്ള ഷാർപ്പ് പോയിൻ്റുള്ള സാധനമായിരിക്കും മെറ്റാലിക് കോമ്പ്. ഈ കോമ്പിനെ നമ്മൾ കോമ്പ് എന്ന് പറയും, മെറ്റാലിക് കോമ്പ്. ഇത് B1, ഇത് B2. B1നെ നമ്മൾ സ്പ്രേയിങ് കോമ്പ് എന്ന് പറയും. B1 മെറ്റാലിക് കോമ്പ് B1 ആണ്. B1ൻ്റെ പേര് സ്പ്രേയിങ് കോമ്പ്, സ്പ്രേയിങ് കോമ്പ്, സ്പ്രേയിങ് കോമ്പ്. ഓക്കെ, B2 ഈസ് കോൾഡ് കളക്റ്റിംഗ് കോമ്പ്, കളക്റ്റിംഗ് കോമ്പ്. B1 ഈസ് കോൾഡ് സ്പ്രേയിങ് കോമ്പ് ആൻഡ് B2 ഈസ് കോൾഡ് കളക്റ്റിംഗ് കോമ്പ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ഒരു സ്ഫെറിക്കൽ ഷെല്ല്, രണ്ട് പുള്ളി P1 P2, P1 ഗ്രൗണ്ടിൽ, P2 അതിൻ്റെ സെൻറ്ററിൽ, അതിൻ്റെ മുകളിലൂടെ ഒരു ബെൽറ്റ് ഉണ്ട്, ഇൻസുലേറ്റിംഗ് ബെൽറ്റ്, മെറ്റീരിയൽ കൊണ്ടുള്ള ബെൽറ്റ്. ആ ബെൽറ്റ് ക്യാൻ റൺ ഓവർ ദ പുള്ളി. പിന്നെ ഇത് ഈ ഹോളോസ്ഫിയറിനെ ഇൻസുലേറ്റിംഗ് പില്ലറിൻ്റെ മുകളിൽ ഇത് പില്ലറിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ രണ്ട് കോമ്പുണ്ട്, മെറ്റാലിക് കോമ്പ് B1 ആൻഡ് B2. ഷാർപ്പ് പോയിൻ്റ് ആയിരിക്കും, അത് കൂർത്തറ്റായിരിക്കും. B1ൻ്റെ പേര് സ്പ്രേയിങ് കോമ്പ്, B2ൻ്റെ പേര് കളക്റ്റിംഗ് കോമ്പ്. പിന്നെ ഈ മൊത്തം അറേഞ്ച്മെൻറ്റ് ഒരു സിലിണ്ട്രിക്കൽ കണ്ടെയ്നറിലാണ് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടാവും, എയർ അണ്ടർ ഹൈ പ്രഷറിൽ എയർ ഉണ്ടാവും ഈ സിലിണ്ട്രിക്കൽ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിലാണ് ഈ അറേഞ്ച്മെൻറ്റ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ B1ന് എന്തുകൊണ്ടാണ് സ്പ്രേയിങ് കോമ്പ് എന്ന് വിളിക്കുന്നത്? B1 കണ്ടോ നിങ്ങൾ? B1 എന്ന് പറയുന്ന കോമ്പിനാ ഒരു ബാറ്ററീൻ്റെ ഇത് സംഭവം കണ്ടോ? അപ്പോൾ B1നെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടില്ലേ, ഇതൊരു ഹൈ വോൾട്ടേജ്, ഇത് ഇവിടെ ഗ്രൗണ്ട് ചെയ്തിന്, എർത്ത് ചെയ്തിന്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഹൈ വോൾട്ടേജ് കൊടുക്കും. വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാ? ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഹൈ വോൾട്ടേജ് കൊടുക്കും. ഹൈ വോൾട്ടേജ് കൊടുത്തിട്ട് അതിനേക്കാൾ എത്രയോ മടങ്ങ് ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനമാണ് ഇത് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഓൾറെഡി ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തുകൊണ്ട് ഇതിനേക്കാൾ വലിയ എത്രയോ മില്യൺ വോൾട്ട്, അത്രയും ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനമാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. അപ്പോൾ ഇവിടെ ഇത് കോമ്പിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് എന്താ സംഭവിക്കുക? ഈ കോമ്പിൻ്റെ ഈ ബെൽറ്റില്ലേ, ഈ ബെൽറ്റിൻ്റെ ഇടയിൽ ഈ സ്പേസിലൊക്കെ എയർ ഉണ്ടാവില്ലേ, എയർ മോളിക്യൂൾസ് ഉണ്ടാവില്ലടാ. അപ്പോൾ ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് അല്ലേ, പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിന് പോസിറ്റീവ് ചാർജ് കിട്ടും, ഈ കോമ്പിന് പോസിറ്റീവ് ചാർജ് കിട്ടും. നമ്മളെന്താ കൊറോണ ഡിസ്ചാർജിൽ എന്താ പറഞ്ഞാൽ ഇത് കൂർത്ത പോയിൻ്റ് അല്ലേ, ഷാർപ്പ് പോയിൻ്റ്. അപ്പോൾ ചാർജെല്ലാം എന്ത് ചെയ്യും? അവിടെ നമ്മളെന്താ പറഞ്ഞാൽ കൂർത്ത പോയിന്റിൽ ചാർജൊക്കെ വന്ന് അക്യുമുലേറ്റ് ചെയ്യും അല്ലേ, ചാർജൊക്കെ വന്ന് കൂർത്ത പോയിന്റിൽ അക്യുമുലേറ്റ് ചെയ്യും അല്ലേ, കൂർത്ത പോയിന്റിലല്ലേ ചാർജെല്ലാം വന്ന് അക്യുമുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വെരി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. അന്നേരം നമ്മളെന്തേലും പറഞ്ഞ് കൊറോണ ഡിസ്ചാർജ് എന്നതിന്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ എയർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ എന്ത് ചാർജാണ് ഉള്ളത് പോസിറ്റീവ് ആണെങ്കിൽ എയർ മോളിക്യൂളിലുള്ള, അങ്ങനല്ലേ പറഞ്ഞാൽ, എയർ മോളിക്യൂളിലുള്ള ഈ റിപ്പൽഷൻ കാരണം, ഇതിൻ്റെ പോസിറ്റീവിൻ്റെ റിപ്പൽഷൻ കാരണം എയർ മോളിക്യൂളിലുള്ള പോസിറ്റീവ് എന്ത് ചെയ്യപ്പെടും? ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ എയർ മോളിക്യൂളിൽ നിന്ന് പോസിറ്റീവ് ഡിസ്ചാർജ് ചെയ്യപ്പെടും. ഇനി അതല്ല ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ അത്രയും സ്ട്രോങ് ഫീൽഡായിരിക്കും ഈ ഷാർപ്പ് പോയിൻ്റിൻ്റെ അടുത്ത്. കാരണം ഷാർപ്പ് പോയിന്റിലാണ് ചാർജൊക്കെ വന്ന് അക്യുമുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എയർ മോളിക്യൂളിലുള്ള ഇതിൽ പോസിറ്റീവ് ആണെങ്കിൽ എയർ മോളിക്യൂളിൽ നിന്ന് പോസിറ്റീവ് ഡിസ്ചാർജ് ചെയ്യപ്പെടും. അതല്ല ഇതിൽ നെഗറ്റീവ് ആണെങ്കിൽ എയർ മോളിക്യൂളിൽ നിന്ന് നെഗറ്റീവ് ഡിസ്ചാർജ് ചെയ്യപ്പെടും. അതായത് ഫിനോമിന ഈസ് കോൾഡ് കൊറോണ ഡിസ്ചാർജ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇനി പറയുന്നത് ഇതിൻ്റെ വർക്കിംഗ് ആണേ, നോക്കൂ. അതുകൊണ്ടാണ് ഇതിനെ സ്പ്രേയിങ് കോമ്പ് എന്ന് വിളിക്കുന്നത്. ഇതിനെ സ്പ്രേയിങ് കോമ്പ്. അപ്പോൾ എയർ മോളിക്യൂളിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സ്പ്രേയിങ് കോമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇതെല്ലാം വന്ന് കൂർത്ത പോയിന്റിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. എന്നിട്ടോ അതിൻ്റെ മുന്നിൽ ഗ്യാപ്പിൽ ഇവിടെയുള്ള ബെൽറ്റ് ഇതും തമ്മിൽ ടച്ച് അല്ല, ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലെല്ലാം എയർ മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പം പോസിറ്റീവ് അല്ലേ കൊടുത്തേ, പോസിറ്റീവ് കൊടുത്താൽ ആ പോസിറ്റീവ് എല്ലാം വന്നിട്ട് ആ ഷാർപ്പ് പോയിന്റിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? പോസിറ്റീവ് ആണെങ്കിൽ എയർ മോളിക്യൂളിലുള്ള പോസിറ്റീവ് ഡിസ്ചാർജ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിലുള്ള എയർ മോളിക്യൂളിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ഡിസ്ചാർജ് ചെയ്യപ്പെടും. അതല്ല നെഗറ്റീവ് ആണെങ്കിൽ
നെഗറ്റീവ് ഡിസ്ചാർജ് ചെയ്യപ്പെടും. ദാറ്റ് ഫിനോമിന ഇസ് കോൾഡ് കൊറോണ ഡിസ്ചാർജ്. അപ്പം നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മതി കൊറോണ ഡിസ്ചാർജ് വഴി ഇപ്പം പോസിറ്റീവ് അല്ലേ കൊടുത്തത്, പോസിറ്റീവ് കൊടുത്താൽ ഇവിടുന്ന് ഈ എയർ മോളിക്കുള്ളിലുള്ള പോസിറ്റീവ് ചാർജ് ഡിസ്ചാർജ് ചെയ്യപ്പെടും. ആ ഡിസ്ചാർജ് ചെയ്യപ്പെടുക ബെൽറ്റിമേലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് പോസിറ്റീവ് ചാർജ് ഡിസ്ചാർജ് ചെയ്യപ്പെടുക ബെൽറ്റിലേക്കാണ്. അപ്പോൾ ബെൽറ്റിന് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. കണ്ടോ, അവിടെ ചാർജ് കാണിച്ച് ബെൽറ്റിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ആ ചാർജും കൊണ്ട് ഇൻസുലേറ്റിംഗ് ബെൽറ്റ് അല്ലേ, അപ്പോൾ ചാർജ് അവിടെ നിൽക്കും, കണ്ടക്റ്റിംഗ് അല്ലല്ലോ, അപ്പോൾ ചാർജ് കിട്ടും. പക്ഷേ ആ ചാർജും കൊണ്ട് എന്ത് ചെയ്യും? ചാർജും കൊണ്ട് ബെൽറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകും. ബെൽറ്റ് റൺസ് അപ്വേഡ് അല്ലേ, ചാർജും കൊണ്ട് ഇവിടുന്ന് കൊറോണ ഡിസ്ചാർജ് വഴി കിട്ടിയ ചാർജും കൊണ്ട് ബെൽറ്റ് മൂവ്സ് അപ്വേഡ്. അങ്ങനെ ബെൽറ്റ് പോയി ഇവിടെ ഈ കോമ്പ് ബെൽറ്റുമായിട്ട് കണക്റ്റഡ് ആയിക്കോട്ടെ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ സ്പ്രേയിങ് കോമ്പ് എന്ന് വിളിക്കുന്നത്. ഇവിടുന്ന് ചാർജ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്, സ്പ്രേ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ സ്പ്രേയിങ് കോമ്പ് എന്ന് വിളിക്കുന്നത്. ആ ചാർജും കൊണ്ട് ബെൽറ്റ് അപ്വേഡ് പോയി. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇത് സ്മോൾ സ്ഫിയർ, ഇത് ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യൽ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ചാർജ് മുകളിലേക്ക് പോയി ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കോമ്പ് എന്ന് പറയുന്നത് മെറ്റാലിക് കോമ്പാണ്, കണ്ടക്ടറാണ്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്ത പോലെയായി. ഈ സ്മോൾ സ്ഫിയറും ഈ ഹോളോ സ്ഫിയറും തമ്മിൽ കണക്റ്റഡാണ്, ഈ കോമ്പ് വഴി കണക്റ്റഡാണ് അല്ലേ. അപ്പോൾ ഈ ചാർജ് കൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ചാർജ് എന്ത് ചെയ്യും? ചാർജ് ഈ കോമ്പ് വഴി, മെറ്റാലിക് കോമ്പ് വഴി, ഈ കോമ്പ് വഴി ചാർജ് ഇവിടുന്ന് കയറി വരുന്ന ചാർജ് ഈ കോമ്പ് വഴി ഹോളോസ്ഫിയറിലേക്ക് വരും. അപ്പോൾ ഈ ചാർജൊക്കെ ഇത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക്, ഓക്കെ, ഇതിലേക്ക് ഇങ്ങനെ വരും. ഈ മെറ്റാലിക് കോമ്പ് വഴി ഇത് വരും. അപ്പോൾ ഈ കോമ്പാണ് കലക്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടുന്ന് ഇങ്ങനെ കയറി വരുന്ന ചാർജിനാണ് ഈ കലക്ട് ചെയ്യുന്ന കോമ്പായത്. സോ ഇറ്റ് ഈസ് കോൾഡ് കലക്റ്റിംഗ് കോമ്പ്. അപ്പോൾ ഈ ചാർജൊക്കെ ഇതുവഴി ഇതിലേക്ക് കടക്കും. അപ്പോൾ ചാർജ് ഇവിടെ വരും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചാർജ് കൊറോണ ഡിസ്ചാർജ് വഴി ചാർജ് കിട്ടും. ആ ചാർജൊക്കെ ഇങ്ങനെ വന്ന് ഈ കോമ്പ് വഴി ഹോളോസ്ഫിയർ മേലെ വരും. അപ്പോൾ ഈ മേലെ ചാർജ് വരും. എന്നിട്ട് ബെൽറ്റ് റൺസ് ഡൗൺ. താഴോട്ട് വരുമ്പോൾ അതിന് ചാർജ് ഉണ്ടാവില്ല. കണ്ടോ, ഈ ഭാഗത്ത് ബെൽറ്റ് ഇവിടുന്ന് ഇങ്ങനെ കയറി ചാർജും കൊണ്ട് ഇങ്ങനെ പോയി ആ ചാർജ് ഇങ്ങനെ ഇതുവഴി ഈ മേലെ വരിക, ഹോളോസ്ഫിയർ മേലെ വരും. എന്നിട്ട് അൺചാർജ്ഡ് ബെൽറ്റ് കംസ് ഡൗൺ. ഇവിടുന്ന് അല്ലേ, അൺചാർജ്ഡ് ബെൽറ്റ് കംസ് ഡൗൺ. തിരിച്ചു വരുമ്പോൾ ചാർജ് ഉണ്ടാവില്ല. എഗെയിൻ ഇവിടെ എത്തുമ്പോൾ ഈ കൊറോണ ഡിസ്ചാർജ് വഴി ചാർജ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ചാർജും കൊണ്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഈ മേലെ ആ ചാർജ് ഇങ്ങനെ വന്ന് ഈ കോമ്പ് വഴി ഇതിൻ്റെ മുകളിൽ ചാർജ് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചാർജ് ഇങ്ങനെ കൂടി വരും. ഈ ഹോളോസ്ഫിയറിൻ്റെ മുകളിൽ ചാർജ് ഇങ്ങനെ കൂടി വരും. ചാർജ് ഫുള്ള് ചാർജ് ആകുന്ന നേരം എന്താവും? ഇങ്ങനെയല്ലേ പഠിച്ചത്, C=Q/V എന്നല്ലേ. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ. അപ്പോൾ V എന്തുവരും? V=Q/C എന്നല്ലേ വരിക. C അതിൻ്റെ കപ്പാസിറ്റൻസ്, ഓക്കെ, Q/C അല്ലേ. അപ്പോൾ ചാർജ് ഇങ്ങനെ കൂടി വരും എന്ന് പറഞ്ഞല്ലേ. ഈ ഹോളോസ്ഫിയറിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ചാർജ് ഇങ്ങനെ കൂടി വരും ഓരോ സ്റ്റെപ്പിലും. കാരണം ഇവിടുന്ന് ചാർജും കൊണ്ട് ബെൽറ്റ് ഇങ്ങനെ വരും. ആ ചാർജ് കോമ്പ് വഴി ഇതിൻ്റെ മുകളിൽ വരും. എന്നിട്ട് ബെൽറ്റ് പിന്നെ താഴോട്ട് വരുമ്പോൾ ചാർജ് ഉണ്ടാവില്ല. എഗെയിൻ ഇവിടുന്ന് ചാർജ് കിട്ടും. ചാർജ് കൊണ്ട് ഇങ്ങനെ പോകും. പിന്നെയും ചാർജ് ഇതിലേക്ക് കൊടുക്കും. അപ്പോൾ ചാർജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഓരോ സ്റ്റെപ്പിലും ഹോളോസ്ഫിയറിൻ്റെ മുകളിൽ ചാർജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. ഫൈനലി ദ പൊട്ടൻഷ്യൽ ഓഫ് ഹോളോസ്ഫിയർ, ആ ഹോളോസ്ഫെറിക്കൽ ഷെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ബിക്കംസ് ഫ്യൂ മില്യൺ വോൾട്ട്. അത്ര ഹൈ പൊട്ടൻഷ്യൽ നമുക്ക് അവിടെ ഇതിൻ്റെ സർഫസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഹൈ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാനുള്ള, ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. ഓക്കെ, അപ്പോൾ ഇതോടെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ശരി.